അങ്ങനെ വീണ്ടും നമ്മൾ സിംപിളി ദാൻ്റെ പുതിയ എപ്പിസോഡ് കൂടി തുടങ്ങുക. ഞാനിപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഈസ്റ്റ് ഫോർട്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള റോഡിലാണ് നിൽക്കുന്നത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്നും കോവളം പോകുന്ന റൂട്ടാണ്. ഇവിടെ അട്ടക്കുളങ്ങര എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനത്തിന് തൊട്ട് മുമ്പായിട്ട് നല്ല മട്ടൻ ചാപ്സും മട്ടൻ്റെ വിഭവങ്ങളും ബാക്കി എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. ഇതാണത്, അറേബ്യൻ പാരഡൈസ്. ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാലോ അല്ലേ? പോയോ? ഇത് സലീമിക്ക, നമ്മുടെ അറേബ്യൻ പാരഡൈസിൻ്റെ ഓൾ ഇൻ ഓളാണ്. അതെ, ഇക്ക നമ്മളിത് എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? ഇതൊരു 90-ലുണ്ട്. 90-ല് സ്റ്റാർട്ടിങ് ആണ്. ഞാൻ ജനിച്ച വർഷം 90-ലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ആരായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ആരായിട്ടാണ്? മജീദ് എന്ന് പറയുന്നത്. മജീദ് എന്നല്ല പറഞ്ഞത്. ഇക്ക ഇവിടെ ഞാൻ ഇപ്പോഴത്തെ മാനേജറാണല്ലേ? ഓക്കെ. ഇപ്പം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, നമ്മുടെ ഇവിടെ മട്ടൻ ചാപ്സും ബാക്കി മട്ടൻ്റെ വിഭവങ്ങളൊക്കെയാണ്. മട്ടൻ റോസ്റ്റ് പുതിയതായിട്ട് നമ്മൾ മട്ടൺ റോഗൻ റോസ്റ്റ്, പല കാര്യങ്ങളും. അഫ്ഗാനി ഫുഡാണത്. അഫ്ഗാനി ഡിഷാണ്. നമ്മുടെ സാധാ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ മാത്രമൊന്നുമല്ല, ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാ കടകളും ഡിഷ് വരെ ഉണ്ട്. അതായത് മട്ടൺ റോഗൻ ജോഷ് വരുന്നുണ്ട്, പക്ഷെ ഒറ്റ ഡിഷാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ മട്ടന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഹോട്ടൽ? തിരുവനന്തപുരത്ത് ഏകദേശം മട്ടന്റെ ഒരു ലൊക്കാലിറ്റി ആണല്ലോ. എല്ലാവർക്കും മട്ടൻ ജാസ്റ്റ്, മട്ടൻ റോസ്റ്റ്, മട്ടൻ കറിയൊക്കെ ടേസ്റ്റിയാണ്. പഴയ കുക്കാണ് നമ്മുടെ മാസ്റ്റർ. പഴയ കുക്ക് തന്നെയാണ് ഇപ്പോഴും. 85-ല് ഈ കട ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാലയിലായിരുന്നു. അല്ലേ? അവിടെ ഉള്ള അങ്ങേരാണ് ഇപ്പോഴും ഇവിടുത്തെ കുക്ക്. ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഒരു ഞാൻ തോന്നുന്നത് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കുക്കിന്റെ ഒപ്പം ഇപ്പൊ ചെയ്യാം. അതെ. അപ്പൊ നമുക്ക് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അറേബ്യൻ ഫുഡ് അടക്കം, ചിക്കൻ, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, എല്ലാ ഫുഡും എല്ലാം കിട്ടും ഇവിടെ. ഫുഡിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? അപ്പൊ എന്താ പറയാ, ഇത്ര തിരക്കുള്ള നല്ല ക്രൗഡുള്ള ഒരു ഏരിയ ആയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ആൾക്കാരുടെ റഷിനും എല്ലാം? ഇല്ല, അവർ ഗസ്റ്റിന്റെ സൗകര്യാർത്ഥം നമ്മളെല്ലാം അവരനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും അതിൽ നമ്മളവർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലോർ മാത്രമുള്ള അല്ലല്ല, മേലെ AC ആണ്. ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ സൗകര്യം. ഫാമിലി റൂംസും ഉണ്ടല്ലേ? സെപ്പറേറ്റ് ഫാമിലി റൂംസും ഉണ്ട്. ഇങ്ങനത്തെ ഏരിയ എല്ലാം, ഒരു ലോഞ്ചും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓപ്പൺ കിച്ചണാണ്. വരുന്ന കസ്റ്റമേഴ്സും ബാക്കി എല്ലാം കാണാം, എങ്ങനെ ഉണ്ടാക്കുന്നത്, ആരാ ഉണ്ടാക്കുന്നത്, നല്ല വൃത്തിയുണ്ടോന്നെല്ലാം കാണാം. കണ്ടറിഞ്ഞ് തന്നെ ഭക്ഷണം കഴിക്കാം. അത് ശരിക്കും മനസ്സിന് വേറൊരു സംതൃപ്തി അല്ലേ? അതെ, ഗസ്റ്റിന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാം അവർക്ക് ആവശ്യമുള്ളത്. എങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് അടച്ചുറപ്പുള്ളതൊന്നും എല്ലാം കൊള്ളാം തന്നോട്ടെ എന്നുള്ള രീതിയിലല്ലേ? ഒന്നും അടച്ചുറപ്പായിട്ട് ചെയ്തിട്ടില്ല. എല്ലാം ബിരിയാണിയൊക്കെ പോകണ്ട, എല്ലാം ഉണ്ടല്ലേ? പോയത് ഗസ്റ്റ് ഉണ്ടല്ലേ? ഗസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ബിരിയാണി ഓരോ സംഭവങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇന്ന് മട്ടന്റെ സ്പെഷ്യാലിറ്റി ആണ് മട്ടൻ ചാപ്സ്. അപ്പൊ ഇങ്ങനെ പേര് നമുക്ക് ഉണ്ടായി തരാൻ പോകുന്ന സീനിയർ കുക്കിന്റെ പേര് മാത്യൂസ് അല്ലേ? മാത്യൂസ് ഏട്ടനാണ്. അയ്യോ, ഏട്ടൻ വിളിക്കാൻ പറ്റുമെന്നെങ്കിൽ നല്ല സീനിയറാണ്. 1985 തൊട്ട് തന്നെ ഇതിൽ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കിച്ചണിലോട്ട് പോയിട്ട് വിഷയങ്ങളും പാചകവും കഴിക്കലും എല്ലാം ആൾക്കാരെ കിച്ചണിലോട്ട് പോകാം. എന്തില്ലേ, നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഇത് നല്ല ഗ്ലാസും വെച്ചും വിൻഡോയൊക്കെ പോലെ തന്നെ ചെയ്യുന്ന നമുക്ക് ഉള്ളിലുള്ള കാണാം. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ മാത്യൂസ് ഏട്ടൻ. അതെ, നമ്മുടെ മാത്യൂസ് ഏട്ടൻ അതിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇതല്ല കിച്ചന്റെ എൻട്രൻസ്, ഇതല്ല അവിടെയാണ്. എന്തായാലും ഞാൻ അതിൽ പോയി കയറാല്ലേ? പിന്നെ അവിടെ അപ്പോ മാത്യൂസ് ചേട്ടാ, നമ്മളിവിടെ എത്ര വർഷമായി? ചേട്ടൻ പറഞ്ഞാൽ ചാലയിൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ടെന്ന്. ചാലയിൽ തുടങ്ങിയത് പിന്നെ അത് 14 വർഷത്തിന് മേലെ. ഇവിടെ നമ്മൾ തുടങ്ങി, ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 1992 അന്ന് മുതലുണ്ട്. അപ്പോൾ മട്ടന്റെ സ്പെഷ്യാലിറ്റി തന്നെ അവിടെയും ഇവിടെയും എല്ലായിടത്തും മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ റോസ്റ്റ് എല്ലാം ഇവിടെ നമുക്ക് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഇവിടെ മറ്റേ തന്തൂറിന്റെ അടുപ്പുണ്ട്, ചിക്കനൊക്കെ കോരുവാനുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ നാടൻ മാത്രമല്ല, നാടനായിരുന്നു ഇവിടെ പേര് ഫേമസ്. ഇപ്പൊ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് നമ്മൾ ഇപ്പൊ ഒരു
ഒരു വർഷമായിട്ട് ഇതും തുടങ്ങി. ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മുടെ നാടൻ തന്നെയാണ്. ഇപ്പൊ മറ്റേ ആൾക്കാർ ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു വർഷമായിട്ട് തുടങ്ങിയെന്നാണ് ഇപ്പൊ ഏട്ട പറയുന്നത്. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് മട്ടൻ മാത്രമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി മട്ടനാണെങ്കിൽ നമ്മളിവിടെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം മട്ടൻ, പുട്ട്, മട്ടൻ, പൊറോട്ട, ഇതാണല്ലോ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഭക്ഷണം. എല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും മട്ടൻ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മുടെ ഇവിടെ ആൾക്കാർ കൊടുക്കുന്നത്? മട്ടൻ റോസ്റ്റ് ഉണ്ട്, മട്ടൻ കറിയുണ്ട്, മട്ടൻ ഫ്രൈ ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. ഇപ്പൊ അതിന് വലിയ ഇതല്ലാതെ മട്ടൻ റോസ്റ്റ്, കറി, മട്ടൻ റോസ്റ്റ്. ഇവരൊക്കെ മറ്റേ ബാക്കി അഫ്ഗാനും ബാക്കിയുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കാനായിരിക്കും. അവരെല്ലാം ചൈനീസ് ഐറ്റങ്ങള്, ചൈനീസ് മറ്റേ തന്തൂറും ബാക്കിയല്ല. അപ്പൊ ചേട്ടനാണ് മെയിൻ നമ്മുടെ നാടൻ ഭക്ഷണത്തിന്റെ ആൾ ഇവിടത്തെ. ഉള്ളോളും ചേട്ടൻ തന്നെ. ബാക്കിയുള്ള ഡിഷസ് ഒക്കെ ഇവരെ